Hello everyone, welcome back to another episode of The Nutshell. Everything you need to know. സോ ഞാൻ സംസാരിക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടോപ്പിക്കാണ്. വേറെ ഒന്നല്ല, നമ്മുടെ സൊസൈറ്റിന് ചേഞ്ച് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ സൊസൈറ്റി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ സൊസൈറ്റി ചേഞ്ചിന് ഈ ഗെയിംസും മൂവീസും സീരിയൽസും സോഷ്യൽ മീഡിയ എന്തെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് തരത്തിലായിരിക്കും? അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ പോകുന്നത്. സോ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നത് വെച്ചാൽ വേറൊരു സംഭവം ഫേക്ക് ഫെമിനിസം. ആക്ച്വലി ഫെമിനിസം എന്നുള്ള ടേം എന്ന് വെച്ചാൽ അതിൻ്റെ ഒറിജിൻ എന്ന് വെച്ചാൽ നമ്മളെ പണ്ട് ലേഡീസ് ഈ ഫീമെയിൽ ജെൻഡേഴ്സിലുള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഈ വോട്ട് ചെയ്യാനും അങ്ങനെ റൈറ്റ്സ് ഉണ്ടായിരുന്നില്ല. പിന്നെ അവർക്ക് ഡൊമസ്റ്റിക് അബ്യൂസ് അങ്ങനെയൊക്കെ കുറെ ടോർച്ചേഴ്സ് ഒക്കെ സഹിക്കേണ്ടത്. അവർക്ക് ഇക്വാലിറ്റി ഉണ്ടായിരുന്നില്ല. സോ ആ ഒരു ഇക്വാലിറ്റി നേടിയെടുക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്തെടുത്തൊരു ടേമാണ്, ഫൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന ടേമാണ് ഫെമിനിസം. ആ ഫൈറ്റ് ചെയ്ത ആൾക്കാരാണ് ഫെമിനിസം എന്ന് വിളിക്കുന്നത്. ഇപ്പം എന്ന് വെച്ചാൽ ഈ ഒരു ടേമിന് മിസ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് ചില ലേഡീസ്. അവര് ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അവര് ഈ ഒരു ടേം മിസ്യൂസ് ചെയ്യാണ്. ഈ ആക്ച്വലി നമ്മുടെ സൊസൈറ്റി ഇഷ്ടംപോലെ നല്ല ഫെമിനിസ്റ്റുകളുണ്ട്. ഈ ഡൊമസ്റ്റിക് അബ്യൂസിനും വയലൻസിനും എഡ്യൂക്കേഷൻ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അങ്ങനത്തെ നല്ല നല്ല ഫെമിനിസ്റ്റുകളുണ്ട്. പക്ഷെ ചില ഫെമിനിസ്റ്റുകൾ അങ്ങനെയല്ല. അവര് ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അവര് എന്ത് വൃത്തികേടും കാണിക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ പോകുന്നത്. നമുക്കിപ്പോൾ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ ടേം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ കേരളത്തിൽ നടന്ന ഒരു സംഭവം ഓർമ്മ വരുന്നത് ശബരിമല കേസ്. വേറെ ഒരു രഹന ഫാത്തിമയെ കുറിച്ച് ഞാൻ പറയുന്നത്, അതായത് അവരുടെ ഒരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ശബരിമല ഒരു ഇതുമില്ല, ആ ഡിവൈനിറ്റി ഒന്നും പ്രോപ്പറായി ഒന്നും ഫോളോ ചെയ്യാണ്ട് ചുമ്മാ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി അവർക്ക് പബ്ലിസിറ്റി വേണം, അവർക്ക് ഫേമസ് ആണ്. സോ അതിനുവേണ്ടി അവർ ശബരിമല കയറാൻ നോക്കി. അല്ലാണ്ട് ആക്ച്വലി അവർ ഭക്തിയും ഇതൊന്നും ഉണ്ടായിട്ടല്ല ശബരിമല അവർ കയറാൻ നോക്കി. വെറുതെ അവർക്കൊന്ന് ന്യൂഡിയയിൽ ഫേമസ് ആവാം. അപ്പൊ അതിനുവേണ്ടി അവർ വന്നു. പിന്നെ ഇപ്പൊ റീസെന്റ് അവർ നടന്ന സംഭവം, ഒരു അണ്ടർ ഏജ് ആയിട്ടുള്ള അവരുടെ മകനെ കൊണ്ട് അവരെ ന്യൂഡ് ബോഡിയിൽ ബോഡി പെയിന്റിങ് വരപ്പിച്ചു. സോ അവര് അതിന് സോഷ്യൽ മീഡിയ പോസ്റ്റും ചെയ്തു. അതിനെ അവർ ജസ്റ്റിഫൈ ചെയ്യുന്ന റീസൺ വെച്ചാൽ അതൊരു സെക്സ് എഡ്യൂക്കേഷന്റെ പാർട്ടാണ്. സ്വന്തം അമ്മേന്റെ ബോഡി കണ്ടിട്ടാണ് മക്കൾ വളരട്ടെ, എന്നാലേ അവർ റേപ്പിസ്റ്റ് ആകാൻ എടുക്കും. എല്ലാത്ത പക്ഷെ അവർ റേപ്പിസ്റ്റ് ഒക്കെ ആയി മാറാൻ പോസിബിലിറ്റീസ് ഉണ്ടെന്നൊക്കെ അവർ പറയുന്നത്. ഇതിനെ സപ്പോർട്ട് ചെയ്ത് വേറെ ഇഷ്ടപ്പെട്ട ഫെമിനിസ്റ്റുകളും വരുന്നുണ്ട്. ആക്ച്വലി ഈ ബോഡി ആർട്ടില്ല, അതൊരു തെറ്റല്ല. ബോഡി ആർട്ട് തെറ്റില്ല. പക്ഷെ ഇതിപ്പോ ഒരു അഡൽട്ട് പേഴ്സൺ അല്ല, അവളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വേറൊരു പേഴ്സൺ അങ്ങ് ഇതേപോലെ ബോഡി പെയിന്റിങ് അവരെ ബോഡി ചെയ്തെങ്കിൽ ഇഷ്യൂസ് ഇല്ല, കാരണം ഒരു ആർട്ടാണ് ഇത്. പക്ഷെ ഒന്ന് പറഞ്ഞ അണ്ടർ ഏജ് ആയിട്ടുള്ള ഒരു കുട്ടീനെ കൊണ്ട് ആ കുട്ടിക്ക് പിന്നെ സൊസൈറ്റിയിൽ എന്തായിരിക്കും അവരുടെ ഒരു അവസ്ഥ അതൊന്നും ചിന്തിക്കാണ്ട് അവരൊരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി അവർ വീഡിയോ ഇട്ടിരിക്കുകയാണ്. സോ അവര് ജസ്റ്റിഫൈ ചെയ്യുന്ന റീസൺ എന്ന് വെച്ചാൽ അവൻ സ്വന്തം കുട്ടീന്റെ ഇഷ്ടപ്രകാരം തന്നെ. അപ്പോൾ ജസ്റ്റ് ഒരു ക്യാൻവാസ് ആയിട്ട് ഇതുള്ളൂ. ആ ഒരു കുട്ടിക്ക് എന്താ പറയാ, ആ ഒരു ഇത് ചിന്തിക്കാനുള്ള ഒരു ഇത് ഉണ്ടാവില്ലായിരിക്കും. തെറ്റാണോ എന്നൊന്നും മനസ്സിലാനുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ല. സോ അത് ആ ലേഡി ആയിരുന്നു ചിന്തിക്കേണ്ടത്. ഇതിന് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ഇഷ്ടംപോലെ ഫെമിനിസ്റ്റുകളും വേറെ ഫെമിനിസ്റ്റുകളും ഒക്കെ സപ്പോർട്ട് ചെയ്ത് അവർ സംസാരിക്കാൻ. ആക്ച്വലി ഈ കേസ് നേരെ തിരിച്ചാങ്കില് ഇതൊരു മെയിൽ പേഴ്സൺ, ഒരു ഫാദർ സ്വന്തം ഡോട്ടറിനെ യൂസ് ചെയ്ത് സ്വന്തം ബോഡിയിൽ ഇങ്ങനെ പെയിന്റ് ചെയ്യിപ്പിച്ചാങ്കില്, സ്വന്തം ന്യൂഡ് ബോഡിയിൽ പെയിന്റ് ചെയ്യിച്ചാങ്കില് എന്തായിരിക്കും ഇപ്പൊ സിറ്റുവേഷൻ? ഫുൾ ആൾക്കാര് എന്താ പറയുക, ഫെമിനിസ്റ്റുകളെല്ലാം കൂട്ടിട്ട് ഇറങ്ങി വരും. അതായത് ഈ റേപ്പ് അറ്റംപ്റ്റ്, ചൈൽഡ് അബ്യൂസ്, സെക്ഷൽ അബ്യൂസ്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഇഷ്ടം പോലെ ടേംസ് കൊണ്ടുവന്ന് സ്പോട്ടിൽ തന്നെ അറസ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും. അങ്ങനെ ഒരു അവസ്ഥ. ഇതിപ്പോ ഇവരെ കൂട്ടത്തിൽ ഒരാൾ ചെയ്യുന്നുണ്ട്, അവർക്ക് ഇഷ്ടംപോലെ ന്യായീകരിക്കാനുള്ള റീസൺസ് ആയി. ആക്ച്വലി ഇതൊക്കെയാണ് ഫെമിനിസം. ഇതാണോ ഒരു ഫെമിനിസം ചെയ്യേണ്ടത്? ആക്ച്വലി ഫെമിനിസ്റ്റിന്റെ ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ സൊസൈറ്റിയിൽ ഡൊമസ്റ്റിക് അബ്യൂസും റൈറ്റ്സ് ഒന്നും കിട്ടാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, എഡ്യൂക്കേഷൻ ഒന്നും കിട്ടാത്ത ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട്. സോ അവരൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നതിന് പകരം ഇവര് കുറച്ച് പബ്ലിസിറ്റി നേടണം. അതിനുവേണ്ടി ഇവര് ഓരോ തോന്നിയാസം കാണിക്കുക ചെയ്യുന്നത്. അതാണ് ഇപ്പോഴത്തെ ഫെമിനിസ്റ്റുകൾ ചെയ്യുന്നത് ചിലവര്. പിന്നെ നമുക്ക് പൊതുവേ ഉള്ളൊരു ഇതാണ് ഈ സീരിയൽ രീതിയിലാണ്. സീരിയൽ ആക്ച്വലി ലേഡീസ് ആണ് കൂടുതൽ കാണുന്നത് സീരിയലൊക്കെ. ഈ സീരിയൽ കൂടുതൽ അവർ ഓപ്റ്റ് ചെയ്യുന്ന തീം എന്ന് വെച്ചാൽ ഒന്നിക്കെങ്കിൽ അമ്മായിയമ്മ പോര് അല്ലെങ്കിൽ ഡൗറി, ആ ഒരു റീസൺസ് ഒക്കെ വെച്ചിട്ട് സെയിം തീം തന്നെ ആയിരിക്കും അവർ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അത് മാറി മാറി ഓരോ ക്യാരക്ടേഴ്സ് വേറെ പേരും വെച്ചിട്ട് ഇങ്ങനെ സെയിം തീം തന്നെ കണ്ടിന്യൂ ചെയ്ത് വരും.
സോ ഇതെന്ന് വെച്ചാൽ ലേഡീസിൽ ചിലവർക്ക് എന്ന് വെച്ചാൽ സീരിയൽ ഒരു അഡിക്ഷൻ ആണ്. മൂവീസിനെക്കാട്ടും കൂടുതൽ അവരെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യും സീരിയല്. കാരണം അവര് മൂവീസിനെക്കാട്ടും കൂടുതൽ ഇതായിരിക്കും കാണുക. ഇതൊരു റിയാലിറ്റി ആണെന്നുള്ള വിശ്വാസം അവർക്ക് ചിലവർക്ക്. സോ അതൊന്ന് ഇൻസ്പയർ ചെയ്ത് അവര് തെറ്റൊക്കെ ചെയ്യും. ഇപ്പൊ ഒരു അമ്മായിയമ്മ അതിനകത്ത് ഭയങ്കരമായിട്ട് മരുമോളെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ സോ അതേപോലെ ചിലപ്പോൾ ഇവര് ഫോളോ ചെയ്യും. അതേപോലെ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗെയിംസ്, ഇപ്പൊ വീഡിയോ ഗെയിംസ് ചിലവര് പറഞ്ഞു വെച്ചാൽ വയലന്റ് വീഡിയോ ഗെയിംസ് ഒക്കെ ക്രിമിനൽസിനെ വരുത്തുന്നുണ്ട്. ഈ വയലന്റ് ഗെയിംസ് കളിച്ച ക്രിമിനൽ ആവോ ഒരു കുട്ടി, അങ്ങനെ തെറ്റിദ്ധാരണയുണ്ട്. ആക്ച്വലി ഗെയിംസ് കളിച്ചെന്ന് വെച്ചിട്ട് ഒരാൾ ഈ വയലന്റ് ഗെയിംസ് കളിച്ചെന്ന് വെച്ചിട്ടില്ല ഒരാൾ ക്രിമിനൽ ആണെന്നില്ല. അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് പോലെയാണ് ആകുന്നതും ആവാത്തതും. ഗെയിംസ് കളിച്ച ഒരു കുട്ടി ഒരു ക്രിമിനൽ ആവുന്നൊന്നുമില്ല. അത് ചില റൂമേഴ്സ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സൊസൈറ്റിയെ ചേഞ്ച്. ഈ രീതിയിൽ പോയിക്കൊണ്ടുന്ന ഇങ്ങനത്തെ രീതിയിലാണെങ്കിൽ നമ്മുടെ സൊസൈറ്റി പോയിക്കൊണ്ടിരിക്കുന്നതില്ല വളരെ വേഴ്സ് ആയിരിക്കും നമ്മുടെ അടുത്ത ജനറേഷന് വേണ്ടിയിട്ട്. അടുത്ത ജനറേഷനിൽ നിന്നൊക്കെ ആകുമ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒക്കെ അവസ്ഥയാണെന്ന് വെച്ചാൽ എന്താ പറയാ, ആലോചിക്കാൻ കൂടി പറ്റില്ല, അത്രയ്ക്കും വേഴ്സ് ആയിരിക്കും. പിന്നെയുള്ള ഒരു കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ സൂയിസൈഡ്സ്. ആക്ച്വലി സൂയിസൈഡ്സ് എന്താണ്? ഈ സൂയിസൈഡ് എന്ന് വെച്ചാൽ ഒരാൾക്ക് അവർക്ക് ജീവിക്കാൻ ഒട്ടും പറ്റാണ്ട്, അതായത് ഡിപ്രഷൻ ആണെങ്കിൽ ഡിപ്രഷൻ അടിച്ച് ഒന്നും തന്നെ അവർക്ക് ഇനി ജീവിക്കാൻ ഒരു വകുപ്പില്ല, ഒരു ഇതുമില്ല, ഇനി ജീവിച്ചിരുന്ന കാര്യമില്ല. അത്രയും മൈൻഡിൽ ഒരു തോട്ട് വരുമ്പോഴാണ് ഒരാൾ സൂയിസൈഡിന് അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ സൂയിസൈഡ് ഒരു ഫാഷൻ ആക്കി മാറ്റി. ഒരു നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നത്. ഇപ്പൊ റീസെന്റ് ഈ ലോക്ക്ഡൌൺ സമയത്ത് ഈ കൊറോണ പാൻഡമിക് നടന്നിരിക്കുന്ന സമയത്ത് തന്നെ കേട്ടത് ഇതൊക്കെയാണ്. എന്താ, ഓൺലൈൻ ക്ലാസ്സസ് ആണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സൂയിസൈഡ് ചെയ്തു. അല്ലെങ്കിൽ അതും പോരാത്തതിന് വേറെ ദിവസം കേട്ട ന്യൂസ് ആണ്. അതായത് ഓൺലൈൻ ക്ലാസ് മനസ്സിലായെങ്കിൽ സൂയിസൈഡ് ചെയ്തു, അച്ഛനമ്മ വഴക്ക് പറഞ്ഞ് സൂയിസൈഡ് ചെയ്തു. അങ്ങനെ എന്തിനേയും ചെറിയ ഇഷ്യൂസിനെ സൂയിസൈഡ്. ആക്ച്വലി എനിക്ക് മനസ്സിലാത്ത ഇതൊക്കെ ഒരു സൂയിസൈഡിന്റെ റീസൺസ് ആണോ? കാരണം ഇതുപോലൊരു സൗകര്യം പോലും കിട്ടാത്ത ആൾക്കാർ, ജീവിക്കാൻ ഒരു വകയില്ലാത്ത ആൾക്കാര്, വികലാംഗന്മാര്, അങ്ങനെ ഇഷ്ടംപോലെ നമ്മുടെ സൊസൈറ്റി ഉണ്ട്. അവരൊക്കെ ജീവിച്ച് കാണിക്കുന്നുണ്ട്. അവർ വരെ മുന്നോട്ട് ജീവിച്ച് കാണിക്കുന്നുണ്ട്. കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് അവർ ജീവിച്ചു പോകുന്നുണ്ട്. സോ അവരൊക്കെ നോക്കുമ്പോൾ വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് വെച്ചാൽ വളരെ മൈൻഡ് പവർ വളരെ കുറവാണ്. ചെറിയൊരു സംഭവം പോലും താങ്ങാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് നമ്മുടെ സൊസൈറ്റി ചേഞ്ച്. നമ്മളിപ്പോൾ എന്ത് ചെയ്യുമ്പോൾ, ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ സൊസൈറ്റി എന്ത് ചിന്തിക്കും, സൊസൈറ്റി എന്ത് ചിന്തിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ എപ്പോഴും മൂവ് ചെയ്യുക. ഇപ്പം നമ്മളിപ്പോൾ മാരേജ് കേസസ് നോക്കുകയാണെങ്കിൽ ഇപ്പം കുറെ ഭൂരിപക്ഷം പാരൻസ്, മെജോറിറ്റി ഓഫ് ദ പാരൻസ് ലവ് മാരേജിനെ എഗ്രി ആവില്ല. കാരണം എന്ന് വെച്ചാൽ സൊസൈറ്റി എന്ത് ചിന്തിക്കും, ഒരു ആൺകുട്ടിയിലെയും പെൺകുട്ടി ലവ് മാരേജ് ചെയ്താൽ സൊസൈറ്റി എന്ത് പറയും, അവരെ മോശമായി ചിത്രീകരിക്കൂലേ? അങ്ങനെയുള്ള പല ചിന്ത കാരണം ഒരാൾക്ക് ഇഷ്ടം ഒരു ലവ് മാരേജിന് അവരെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് അറേഞ്ച് മാരേജ് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. അതും അറേഞ്ച് മാരേജസിന് ഓപ്റ്റ് ചെയ്യുന്ന വെച്ചാൽ അതും ജസ്റ്റ് ഒന്ന് നോക്കി ഒരുവിധം അവർക്ക് ഓക്കെ ആയാൽ ഓക്കെ ഡൺ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവർ നേരെ കല്യാണം കഴിപ്പിച്ചു വിടും. അത് കറക്റ്റ് ഒരു ജെന്യൂൻ ആയിട്ടുള്ള ആളാണോ, പേഴ്സൺ ആണോ, ക്യാരക്ടർ എങ്ങനെ ഒന്നും മര്യാദയ്ക്ക് ഒന്നോ മനസ്സിലാക്കാൻ ഒരു ടൈം ഒന്നും കൊടുക്കില്ല. എത്രയും വേഗം കല്യാണം കഴിപ്പിച്ചു വിടുക. അതാണ് ചില പാരൻസ് ചെയ്യുന്നത്. മക്കളെ ഇഷ്ടമൊന്നും നോക്കുന്നില്ല. കാരണം സൊസൈറ്റി എന്ത് പറയും. ഇപ്പം കുറച്ച് വൈകി കഴിഞ്ഞാൽ ഇപ്പം പെൺകുട്ടികൾക്ക് ചിലവർക്ക് 25 വയസ്സിനുള്ളിൽ കല്യാണം കഴിപ്പിച്ചു വിടണം. അല്ലെങ്കിൽ ആൾക്കാർ എന്ത് പറയും, മറ്റുള്ളവർ എന്ത് പറയും, സൊസൈറ്റിയിലെ ആൾക്കാർ പറയും എന്തുകൊണ്ടോ ഇവരെ കഴിപ്പിച്ചു വിടാത്ത, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെ പല ഇതും ചിന്തിച്ചതായിരിക്കും എത്രയും വേഗം തന്നെ കഴിപ്പിച്ചു വിടുക. അതും പ്രോപ്പർ ആയിട്ടുള്ള ഒരാളാണോ ക്യാരക്ടറാണോ ഒന്നും ചെക്ക് ചെയ്യാണ്ടെന്ന് ചിലവര് നേരെ കഴിപ്പിച്ചു വിടും. അതിനൊരു എക്സാമ്പിൾ തന്നെയാണല്ലോ ഇപ്പൊ റീസെന്റ് ഉത്തര കൊലക്കേസും, പിന്നെ അതേപോലെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് അതേപോലെ കേസസ്. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് ആലോചിച്ചിട്ടുണ്ട്. നമ്മുടെ ലൈഫ് നമ്മുടെ ഡിസിഷനാണ്. നമ്മുടെ സൊസൈറ്റി എന്ത് ചിന്തിക്കുമെന്ന് ആലോചിച്ചിട്ട് നമ്മൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോപ്പർ ഡിസിഷൻ ഒരിക്കലും എടുക്കാൻ പറ്റില്ല. നമ്മുടെ ലൈഫ് സൊസൈറ്റി അല്ല തീരുമാനിക്കുന്നത്, നമ്മളാണ് നമ്മുടെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഇതൊന്നും ചിന്തിക്കേണ്ട, സൊസൈറ്റി എന്ത് ചിന്തിക്കുന്നു അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ സൊസൈറ്റി തോട്ട്, ഈ ആൾക്കാരുടെ തോട്ട് എന്ന് വെച്ചാൽ ഓരോ സമയത്ത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു നല്ല കാര്യം, അതായത് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അത് റോങ് ആയി കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാളെ മക്കളെ കല്യാണം കഴിപ്പിച്ചു വിട്ടു, പിന്നീട് അവർ ഡിവോഴ്സ്ഡ് ആയി കഴിഞ്ഞാൽ ഈ സൊസൈറ്റി പറയും എന്തിനാ ഇത്ര നേരത്തെ കഴിപ്പിച്ചു വിട്ടത്, അവര് റോങ് ആയിട്ടുള്ള പേഴ്സൺ അല്ലേ, എന്തിനാ കഴിപ്പിച്ചു വിട്ടത്. അഥവാ ഇങ്ങനെ കഴിപ്പിച്ചു വിട്ടില്ലെങ്കിൽ സൊസൈറ്റി പറയും ഇത്രയും വർഷങ്ങളായില്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് കഴിപ്പിച്ചു വിടാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഓരോ ആൾക്കാരും മൈൻഡിങ്ങനെ ഡിപ്രസ്ഡ് ആക്കും ഈ പാരന്റ്സിന്റെ ഒക്കെ. ഈ ഒരു റീസൺസ് കൊണ്ടാണ് നമ്മളെ ഇന്ത്യയിലൊക്കെ ഡിവോഴ്സ് കേസസ് ഒക്കെ ഇങ്ങനെ കൂടുന്നത്.
ആക്ച്വലി ഡിവോഴ്സ് കേസസിന്റെ കാര്യം പറയാമെങ്കിൽ ഇഷ്ടം പോലെ ഡിവോഴ്സ് കേസസ് ഉണ്ടാവും. ഒരു കോർട്ടിൽ പോയി നോക്കിയാൽ, ഒരു ഫാമിലി കോർട്ടിൽ പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലായി എത്ര ഉണ്ട് എന്ന്. അതൊക്കെ എന്ന് വെച്ചാൽ ഈ ഒരു സൊസൈറ്റിന്റെ തോട്ട്സിന്റെ ഇത് ബേസ് ചെയ്ത് ആൾക്കാർ മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ കേസ് വരുന്നത്. സോ ഞാൻ പറയുന്നത് ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ്. എല്ലാവരും ഇതേപോലെ ആണെന്നില്ല, കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഇതേപോലെയാണ് ഉള്ളത് നമ്മുടെ സൊസൈറ്റിയിൽ. സോ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ജസ്റ്റിസിന്റെ കാര്യത്തില്ല, ഈ സാധാരണ ആൾക്കാർക്ക് ജസ്റ്റിസ് കിട്ടുന്നത് ഇപ്പോൾ വളരെ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പം തമിഴ്നാട്ടില് തൂത്തുക്കുടിയിൽ ഒരു ഇൻസിഡന്റ് നടന്നത്. അതായത് ഒരാള് 8 മണിക്കാണ് ഷോപ്പ് ക്ലോസ് ചെയ്യേണ്ടത്, ആക്സിഡന്റലി ഒരു 8:10 വരെ എക്സ്റ്റെൻഡ് ആയിപ്പോയി. അപ്പൊ ആ ഒരു റീസൺ പറഞ്ഞിട്ട് പോലീസ് അത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അവരെ ആ പെർട്ടിക്കുലർ പേഴ്സൺ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ബ്രൂട്ടലി ടോർച്ചർ ചെയ്തു. റീസൺ ഒന്നുമല്ല, 10 മിനിറ്റ് ലേറ്റ് ആയെന്ന് പറഞ്ഞിട്ട് ബ്രൂട്ടലി ടോർച്ചർ ചെയ്ത് അയാളെ പ്രൈവറ്റ് പാർട്ടിൽ അയൺ റോഡ് വരെ കുത്തിക്കയറ്റി അത്രയും ബ്രൂട്ടലി ടോർച്ചർ ചെയ്തു. എന്നിട്ട് ഇയാൾ അന്വേഷിച്ച് വന്ന മകനെ, ഈ സംഭവം പുറത്തറിയണ്ടെങ്കിൽ ഇയാൾ അന്വേഷിച്ച് വന്ന മകനെയും ഇവർ ബ്രൂട്ടലി ടോർച്ചർ ചെയ്ത് കൊന്നു. സോ ഇവർക്ക് ഈ ടോർച്ചർ ചെയ്ത് പോലീസുകാർക്ക് എതിരെ ഒരു കേസും ഇല്ല, ഒന്നുമില്ല. ഇതുപോലെ ഇഷ്ടംപോലെ വേറെ കേസസ് ഉണ്ട്, ലോക്കപ്പ് മരണമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് നമ്മളെ ഇന്ത്യയിലൊക്കെ നടക്കുന്നത്. സോ ആക്ച്വലി ഇങ്ങനെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ഒരു ജസ്റ്റിസ് ഒന്നും കിട്ടുന്നേ ഇല്ല നമ്മുടെ സൊസൈറ്റിയിൽ. ഈ പവറുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരുടെ എതിരെ ആരും മുന്നോട്ട് നീങ്ങുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ സൊസൈറ്റി പോകുന്നത്. പിന്നെ വേറൊരു കാര്യം നോക്കുക, നമ്മുടെ സൊസൈറ്റിയിലെ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് വളരെ കൂടുതലാണ്. അതിൻ്റെ എക്സാമ്പിൾ പറയാമെങ്കിൽ നമ്മളെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒരു സംഭവം പറഞ്ഞത് കുറേ ദിവസങ്ങൾ മുന്നേ, അത് കുറച്ച് മന്ത്സ് മുന്നേ, ഈ കൊറോണ ടൈമിൽ നമ്മളെ ഡോക്ടേഴ്സും നഴ്സസുമായിരിക്കും ഒക്കെ ട്രിബ്യൂട്ട് നൽകാൻ വേണ്ടിയിട്ട് പാത്രങ്ങൾ കൂട്ടിയടിച്ച് നോയ്സ് ഉണ്ടാക്കുക, ഒരു ട്രിബ്യൂട്ട് പോലെ. സോ ആ ഒരു ഇത് അദ്ദേഹം പറഞ്ഞ ഒരു മിസ്യൂസ് ആയിട്ട് എടുത്ത് ആ ഒരു സംഭവം ക്ലിയറി കേൾക്കാണ്ട് അവരുടേതായ രീതിയിൽ വ്യാഖ്യാനിച്ചെടുത്തിട്ട് ആൾക്കാർ അതായത് കൊറോണക്കെതിരെ പ്രൊട്ടസ്റ്റിന് ഇറങ്ങിയിരിക്കുകയാണ്. ഗോ കൊറോണ ഗോ കൊറോണ പറഞ്ഞിട്ട് എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ആൾക്കാർ ഇവരുടെ അടുത്ത് റീസൺ ചോദിച്ചപ്പോൾ ഇവരൊന്ന് പ്രധാനമന്ത്രി പറഞ്ഞ് എന്താ പറയുക, ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയ കൊറോണ ഈ സൗണ്ട് പാർട്ടിക്കിൾസ് കാരണം, സൗണ്ടിന്റെ വേവ്സ് കാരണം കൊറോണ നശിച്ചു പോകുന്നത്. അതും പോരാത്തതിന് ചില ആൾക്കാർ ആകാശത്തിലേക്ക് ഷൂട്ട് ചെയ്യുക കൊറോണ പോകാൻ വേണ്ടി, ഇങ്ങനെ ഗോ കൊറോണ പറഞ്ഞ് പാട്ടും പാടിയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുക കൊറോണക്കെതിരെ, കൊറോണ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ കുറെ മണ്ടത്തരങ്ങളുണ്ട്. പിന്നെ ഇപ്പൊ നമ്മുടെ സൊസൈറ്റി എന്ന് വെച്ചാൽ ഒരു കെയർ ഫ്രീ ആയിട്ടുള്ള സൊസൈറ്റിയാന്ന് പറയാം. ആക്ച്വലി ഇപ്പൊ നമുക്ക് ചിന്തിക്കുന്ന ഇത് കൂടുന്നതനുസരിച്ച് ആൾക്കാർ മണ്ടത്തരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ ആൾക്കാരെ നമുക്ക് നോക്കാമെങ്കിൽ മണ്ടത്തരങ്ങൾ കാണിക്കുന്ന വെച്ചാൽ അവർക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചിന്തിക്കുന്ന ഒരു രീതി ഒന്നും ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ ആയില്ല പണ്ട് കാലത്ത്. അപ്പോൾ പണ്ടത്തെ കാലത്ത് ആൾക്കാർ എക്സെപ്ഷണൽ കേസസ് ആയിരുന്നു. ഇപ്പോഴത്തെ കാലം നോക്കുമ്പോൾ എല്ലാവർക്കും ബുദ്ധിയുണ്ട്, എല്ലാത്തിനെ കുറിച്ച് നമുക്ക് ഐഡിയ ഉണ്ട്, ചീത്ത ചെയ്ത് നല്ലത് ചെയ്തെന്ന്. എന്നിട്ടും നമ്മൾ ചില പൊളിറ്റീഷ്യൻസുമാരുടെ ഒരു പാവങ്ങളായി മാറുവാണ്. നമ്മളിപ്പോൾ ന്യൂസ് കാണുന്ന, അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, നമ്മളൊരു ന്യൂസ് കേട്ട് അത് സത്യമാണോ ഇതാണോ ഒന്നും ചിന്തിക്കാതെ നേരെ അത് ഷെയർ ചെയ്യാൻ നിൽക്കുകയാണ് നമ്മളിപ്പോൾ സ്വഭാവം. സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുവരുന്നൊരു പൊതുവെ സ്വഭാവമാണ് ഫേക്ക് ഇത് സ്പ്രെഡ് ചെയ്യുക, അങ്ങനെ ഇൻസിഡൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പം കൊറോണ പാൻഡമിക്കിന്റെ കാര്യം പറയാമെങ്കിൽ ഇപ്പൊ സ്ട്രിക്ട്ലി ഇപ്പൊ അൺലോക്കിങ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോക്ക്ഡൌൺ ഫോളോ ചെയ്യാൻ പറ്റില്ല, കാരണം ഫണ്ട് ഇഷ്യൂസ് ഒക്കെ വരുന്നതുകൊണ്ട് അത് ഫോളോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആൾക്കാരോട് ശ്രദ്ധയിൽ ഇരിക്കാൻ പറയാം. ആൾക്കാർ എന്താ ചെയ്യുന്നത്, സാധാ പോലെ കൊറോണ പോയ പോലെയാണ് മട്ട്, അതേപോലെയാണ് ആൾക്കാർ പുറത്തിറങ്ങി നടക്കുന്നതൊക്കെ. അപ്പൊ ഇവർ വളരെ കെയർഫ്രീ ആയിട്ട് സാധാ പോലെ കൂട്ടം കൂടിയിട്ടും അങ്ങനെയൊക്കെ മാസ്ക്, ചിലർ മാസ്ക് പോലെ യൂസ് ചെയ്യാൻ നടക്കുവാണ്. ആക്ച്വലി ന്യൂസിലും ഈ ടി വിയിൽ ഹോസ്പിറ്റൽ ഈ കാണിക്കുന്ന ഇത് മാത്രമല്ല, കൊറോണ കേസസ് ഈ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കേസസ് ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. നമുക്കിപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന പേഴ്സൺ കൊറോണ ഉണ്ടോ ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനായിട്ട് ആൾക്കാർ കെയർഫ്രീ ആയിട്ട് നടക്കണം. അതാണ് നമ്മളിപ്പോൾ സൊസൈറ്റിയുടെ ഒരു പോക്ക്. ഇക്കണക്കിന് പോയി കഴിഞ്ഞാലേ നമ്മുടെ സൊസൈറ്റീൻ്റെ അവസ്ഥ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ വളരെ മോശമായിരിക്കും. പിന്നീട് അങ്ങോട്ട് പറയാനില്ല, നമ്മുടെ ഇന്ത്യൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ തന്നെ മാറിപ്പോകും ഇക്കണക്കിന് പോകാമെങ്കിൽ. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഈ കൾച്ചേഴ്സിന് ഇതിനൊക്കെ അറിയപ്പെട്ട ഇന്ത്യയില്ലേ, ചിലപ്പോൾ വെറും മേഡേഴ്സും അങ്ങനത്തെ അതിനൊക്കെ അറിയപ്പെടുന്ന ഒരു കൺട്രി മാറും. ആ രീതിയിൽ നമ്മുടെ സൊസൈറ്റീനെ പോക്ക്. ഞാൻ വീണ്ടും പറഞ്ഞു, ഇതൊക്കെ ഞാൻ എൻ്റെ പേഴ്സണൽ അസംഷൻസ് ആണ് പറയുന്നത്. കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. സോ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. സോ ദിസ് ഇസ് മീ അഞ്ജയ് ബൈ സൈനിങ് ഫ്രം ദി നട്ട്ഷെൽ.